ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ആദ്യമായിട്ട് പ്രിയങ്ക ഗാന്ധി വദ്ര വയനാട്ടിലെത്തുകയാണ്. വോട്ടർമാരോട് നന്ദി പറയാൻ ലോക്സഭയിൽ വയനാട് എംപിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമാണ് മണ്ഡലത്തിൽ എത്തുന്നത്. എംപിയുടെ ആദ്യ മണ്ഡല സന്ദർശനം ആഘോഷമാക്കുകയാണ് കോൺഗ്രസും UDFും. 2 ദിവസത്തെ സന്ദർശനത്തിൽ വിവിധയിടങ്ങളിൽ സ്വീകരണങ്ങളും പൊതുയോഗങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പാർട്ടിക്കാരും അണികളുമെല്ലാം വലിയ ആവേശത്തിലാണുള്ളത്. ചരിത്രത്തിൽ ആദ്യമായി വയനാട് മണ്ഡലത്തിൽ പോളിംഗ് കുറഞ്ഞുവെങ്കിലും 4 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയാണ് പ്രിയങ്കയെ ജയിപ്പിച്ചിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് 52-കാരിയായ പ്രിയങ്ക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ഇറങ്ങുന്നത്. വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നുവെങ്കിലും പാർലമെന്ററി സ്ഥാനത്തേക്ക് വരാനുള്ള വിമുഖതയിലായിരുന്നു അവർ. എന്നാൽ സഹോദരൻ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലെ സീറ്റ് നിലനിർത്താനായി തന്റെ സിറ്റിംഗ് മണ്ഡലത്തെ 2ാം ഊഴത്തിൽ കൈയൊഴിയാൻ നിർബന്ധിതനായതോടെ പ്രിയങ്ക വയനാട്ടിലേക്ക് എത്തുന്നത്. രാഹുൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമായി ഏകദേശം 20 വർഷത്തിന് ശേഷമാണ് പ്രിയങ്ക ഒരു തെരഞ്ഞെടുപ്പിന് തയ്യാറാകുന്നത്. അതിന് അവർ തിരഞ്ഞെടുത്തത് വയനാടാണെന്നതാണ് കേരളത്തിലെ കോൺഗ്രസുകാരെ ആവേശത്തിലാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവ് തന്നെ കേരളത്തിലെ പാർട്ടിക്ക് നൽകിയ മൈലേജ് വളരെ വലുതായിരുന്നു. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തന്നെ രാഹുൽ കേന്ദ്രീകരിച്ചായിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഫലം ചെയ്തില്ല എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് മുതലായി. ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യ എന്നും അവർക്കൊരു സുരക്ഷിത താവളമായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാഷ്ട്രീയ നിഷ്കാസനം നേരിടേണ്ടി വന്ന സാക്ഷാൽ ഇന്ദിരാഗാന്ധിയും തിരിച്ചുവരവിനായി അഭയം തേടിയത് ദക്ഷിണേന്ത്യയായിരുന്നു. കർണാടകയിലെ ചിക്കമംഗ്ലൂരുവിലായിരുന്നു അവർ തിരഞ്ഞെടുത്തിരുന്നത്. 1978 ഒക്ടോബറിൽ നടന്ന ചിക്കുമംഗ്ലൂരു ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഇന്ദിര വീണ്ടും പാർലമെന്റിലെത്തി. ഇന്ത്യ എന്നാൽ ഇന്ദിര എന്നായിരുന്നു. എന്നാൽ അതേ ഇന്ദിരാഗാന്ധിക്ക് രാഷ്ട്രീയ പുനർജന്മം നൽകാൻ ഇന്ത്യ രാഷ്ട്രീയത്തിൽ 2ാം നിരയായി കണക്കാക്കപ്പെടുന്ന ദക്ഷിണേന്ത്യയിലേക്ക് ഒരു മണ്ഡലം വേണ്ടി വന്നു. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന സോണിയാഗാന്ധിയെ BJP എതിരിട്ടത് അവരൊരു വിദേശിയാണെന്ന് ആക്ഷേപിച്ചായിരുന്നു. 1999 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ സോണിയ തന്റെ ഭർത്താവിന്റെ മണ്ഡലമായ അമേഠിക്കൊപ്പം കർണാടകയിലെ ബെല്ലാരിയിലും മത്സരിച്ചു. സോണിയയെ എതിരിടാൻ BJP നിയോഗിച്ചത് അക്കാലത്ത് പാർട്ടിയിലെ തീപ്പൊരി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായിരുന്ന സുഷമ സ്വരാജിനെയായിരുന്നു. സ്വദേശി വിദേശി താരതമ്യമായിരുന്നു തെരഞ്ഞെടുപ്പിൽ BJP മുഖ്യമായും ഉയർത്തിയത്. പക്ഷേ ഗാന്ധി കുടുംബത്തിനൊപ്പം ചേർന്ന് നിൽക്കാനായിരുന്നു ബെല്ലാരിയിലെ ജനത തയ്യാറായത്. അവർ 56,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സോണിയയ്ക്ക് വിജയം നൽകി. കോൺഗ്രസിന്റെ കുടുംബ മണ്ഡലമായിട്ടുള്ള അമേഠിയിലാണ് രാഹുൽ ഗാന്ധി തോറ്റത്. കോൺഗ്രസിനെ അല്ലാതെ അമേഠിയിലെ ജനങ്ങൾ ആരെയും സ്വീകരിക്കില്ല എന്ന വിശ്വാസം തകർന്നപ്പോഴും വയനാട് എന്ന ദക്ഷിണേന്ത്യൻ മണ്ഡലം ഗാന്ധി കുടുംബത്തോടുള്ള വിശ്വസ്തത ഹൃദയം തുറന്ന് പ്രകടിപ്പിക്കുകയായിരുന്നു. രാഹുൽ 2ാം വട്ടവും വയനാട്ടിൽ മത്സരിക്കുമ്പോൾ വോട്ടർമാർക്ക് അറിയാമായിരുന്നു റായ്ബറേലിയിലെ വിജയമായിരിക്കും അദ്ദേഹം നിലനിർത്തുക എന്ന്. എങ്കിലും വയനാട്ടുകാർക്ക് രാഹുലിന് വോട്ട് ചെയ്യാൻ മാത്രമായിരുന്നു താല്പര്യം. രാഹുൽ മണ്ഡലം മാറിയപ്പോൾ പ്രിയങ്ക പകരം വന്നു. വയനാട്ടുകാർ വീണ്ടും സന്തോഷത്തിലായി. ചരിത്രം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഗാന്ധി കുടുംബത്തിന് ദക്ഷിണേന്ത്യ എന്നും അഭയമാണ്. BJPക്കെതിരായ യുദ്ധം പാർലമെന്റിനകത്ത് മാത്രമല്ല വേണ്ടത്. യഥാർത്ഥ യുദ്ധം നടക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. ഇവിടെയെല്ലാം BJPയും കോൺഗ്രസും മുഖാമുഖം വരുന്നു. അവിടെയാണ് പോരാട്ടം. അതല്ലാതെ വയനാട്ടിൽ വന്ന് ഇടതുപക്ഷത്തെ തോൽപ്പിക്കുകയല്ല. ഗാന്ധി കുടുംബം കാണിക്കേണ്ട ധീരത ഉത്തരേന്ത്യയിൽ BJPക്കെതിരെ എന്ത് ചെയ്യാനാകുമെന്ന് തെളിയിക്കണം. അതിനായിരുന്നു പ്രിയങ്ക തയ്യാറായിക്കൊണ്ടിരുന്നത്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും പിന്നാലെ ഹരിയാനയിലും ഇപ്പോഴും മഹാരാഷ്ട്രയിലും പാർട്ടി പുനർജീവിപ്പിക്കാൻ പ്രിയങ്കയ്ക്ക് കഴിയുമോ എന്നിടത്താണ് അവർ ഗാന്ധി കുടുംബത്തിന്റെ പാരമ്പര്യം കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ സ്ഥിതി അല്പം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് സമാജ്വാദി പാർട്ടിയിലെ ശക്തമായൊരു സഖ്യകക്ഷിയൂടെയുള്ളത് കൊണ്ടാണ്. ദക്ഷിണേന്ത്യയിൽ ശക്തിപ്പെട്ടതുകൊണ്ട് മാത്രം ഇന്ത്യ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. ഹിന്ദി സംസാരിക്കുന്ന ഉത്തരേന്ത്യൻ മണ്ണിൽ നിന്ന് കിട്ടുന്ന 272 സീറ്റുകൾ കൊണ്ട് ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയും. BJP അതാണ് ചെയ്യുന്നത്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? അത് തെളിയിക്കേണ്ടത് വയനാട് പോലെയുള്ള മണ്ഡലത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചില്ലെന്ന് ഓർക്കണം പ്രിയങ്കയും കോൺഗ്രസും. എന്നാൽ പ്രിയങ്കയുടെ കണ്ണ് ഇന്ത്യയിലേക്കാണോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരം വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിലേക്ക് കൊണ്ടുപോയി ഇന്ത്യ പിടിച്ചെടുക്കുക തന്നെയാണ് ലക്ഷ്യം.